നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛന് വിശ്രമ ജീവിതം ആവശ്യമാണെങ്കിൽ അത് തരേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. അച്ഛൻ ആരോഗ്യം വീണ്ടെടുക്കണം, പഴയതുപോലെ ആവണം. കമ്പനി കാര്യങ്ങൾ പൂർണ്ണമായിട്ട് എന്നെ ഏൽപ്പിക്കണ്ട. അച്ഛന് പകരം ഒരാളായിട്ട് നിന്ന് എല്ലാം ഞാൻ നോക്കി നടത്തിക്കോളാം. ആയിക്കോട്ടെ. വേർതിരിച്ച് പറയാൻ പറ്റില്ല. ശ്യാമയുടെ അതേ ശബ്ദം. എന്ത് നന്നായിട്ടാ പാടുന്നേ. എടുത്തി വാ. വരും. ആ മോളെ, ഇതെന്റെ ഫ്രണ്ടാ അമൃത. ഓ, കുറച്ചു നാളത്തേക്ക് സ്കൂളിന്റെ കാര്യങ്ങൾ നോക്കാൻ അശ്വതി ഉണ്ടാവില്ല. പകരം അമൃതയായിരിക്കും ചാർജ്. എന്താ മാഡം? ഏയ് ഒന്നുമില്ല മോളെ. ഫിദ മോളെ കുറിച്ച് ഒരുപാട് പറഞ്ഞു. ഒരുപാടെന്ന് പറഞ്ഞ പറയാൻ ബാക്കിയൊന്നുമില്ല. അങ്ങനെ ഒരാളെ നേരിട്ട് കണ്ടപ്പോ ഒരതിശയം. ഇനി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ രാധിക അമൃതയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോണം. ഓക്കെ? ആ ശരി മാഡം. ഇവളുടെ മോളല്ലേ? ഞാനും അങ്ങനെ തന്നെയല്ലേ കാണേണ്ടേ? എന്നാ മോളുടെ ക്ലാസ് നടക്കട്ടെ. ആ ചെല്ലു. എന്താ അച്ഛൻ വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നു. നീ ഇരിക്കുക. എടാ, ഒരു കുടുംബം ആവുമ്പോ അതിനകത്തെ ആളുകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവും. ഞാൻ
ഞാനും നീയും തമ്മില് ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ചില കാര്യങ്ങളില് നമുക്ക് എതിർത്ത് സംസാരിക്കേണ്ടി വന്നു. അച്ഛാ, നീ എന്നോട് സംസാരിക്കാതെ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുമ്പോ നിന്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ എന്നാ ഞാൻ കരുതാറ്. പക്ഷേ അപ്പൊ മനസ്സിനുണ്ടാവുന്ന ഒരു ശൂന്യതയുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ വയ്യ. ചേർത്ത് പിടിച്ച് നിന്നെ കൊണ്ടു നടക്കുമ്പോ അച്ഛൻ്റെ ഉള്ളിൽ അഹങ്കാരം എന്താണെന്ന് അറിയാമോ? എന്റെ മകൻ കൂടെ ഉള്ളപ്പോ ആർക്കും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല, ഈ ലോകത്തിന് പോലും. പക്ഷെ നീ എന്നിൽ നിന്ന് മാറിയപ്പോ അച്ഛനെ എല്ലാവരും തോൽപ്പിച്ചു, ഈ ലോകം മുഴുവനും. അച്ഛനെ കൊണ്ട് പറ്റില്ലടാ. ഈ ഭൂമിയിലുള്ള മറ്റെന്തും വേണ്ടെന്ന് വയ്ക്കാൻ പറ്റും, പക്ഷേ നിന്റെ സ്നേഹം, നിന്റെ സാമീപ്യം, അത് വേണ്ടെന്ന് വയ്ക്കാൻ പറ്റില്ല. അച്ഛാ, ഞാൻ പോട്ടെ, പറഞ്ഞതും എതിർത്തതും ഒക്കെ നമുക്കങ്ങ് മറന്നേക്കാം. എനിക്കിനി പൂർണ്ണമായൊരു വിശ്രമ ജീവിതം ആവശ്യമാണ്. അതുകൊണ്ട് കമ്പനി കാര്യങ്ങള് അച്ഛാ, അച്ഛനെ ഞാൻ നിഷേധിക്കുകയല്ല. അച്ഛന് മനസ്സിലാകാത്ത ഒരുപാട് തെറ്റുകൾ എൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അകൽച്ചയുടെ വേദന അച്ഛനെ പോലെ തന്നെ ഞാനും അനുഭവിച്ചു. ഒഴിഞ്ഞു മാറി നടന്നത് ഇഷ്ടക്കുറവുകൊണ്ടൊന്നുമല്ല, ഇഷ്ട കൂടുതലിൻ്റെ വേദന എന്നൊക്കെ പറയില്ലേ, അതാ. അച്ഛാ, അച്ഛന് വിശ്രമജീവിതം ആവശ്യമാണെങ്കിൽ അത് തരേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. അച്ഛൻ ആരോഗ്യം വീണ്ടെടുക്കണം, പഴയതുപോലെ ആവണം. കമ്പനി കാര്യങ്ങൾ പൂർണ്ണമായിട്ട് എന്നെ ഏൽപ്പിക്കേണ്ട. അച്ഛന് പകരം ഒരാളായിട്ട് നിന്ന് എല്ലാം ഞാൻ നോക്കി നടത്തിക്കോളാം. ആയിക്കോട്ടെ, പക്ഷേ നിന്റെ പൂർണ്ണമായ ശ്രദ്ധ അവിടെ വേണം. നമ്മുടെ കമ്പനി കാര്യങ്ങൾ നിനക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഭാഷയിൽ അച്ഛൻ ഇതിൽ കുറിച്ചു വച്ചിട്ടുണ്ട്. അതൊന്ന് നോക്കിയിട്ട് കാര്യങ്ങൾ നിന്റെ രീതിയിൽ ചെയ്തോളണം. കമ്പനിയിൽ എൻ്റെ സ്ഥാനം നീ ഏറ്റെടുക്കുമ്പോൾ അതൊരാഘോഷമായിട്ട് വേണം എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. നല്ലൊരു ഫംഗ്ഷൻ നടത്തണം എന്നൊക്കെ. അതുപോട്ടെ, ഈ കൈമാറ്റം ഇങ്ങനെ മതിയെന്ന് ഞങ്ങൾ എല്ലാവരും ചേർന്ന് തീരുമാനമെടുത്തത്, അമ്മയും മുത്തശ്ശിയും ഒക്കെ ചേർന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.